കാസർഗോഡ് കുറുവയലിൽ പേവിഷബാധയേറ്റ് പശു ചത്തു. ചൊവ്വാഴ്ച രാത്രിയോടെ അക്രമാസക്തമായ പശു പ്രദേശത്ത് വലിയ രീതിയിൽ ഭീതി പടർത്തിയിരുന്നു. ഏറെ പ്രയത്നപ്പെട്ട് നാട്ടുകാർ പശുവിനെ കെട്ടിയിട്ടെങ്കിലും ബുധനാഴ്ച പുലർച്ചെയോടെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടറും സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് പശുവിന് പേവിഷബാധയേറ്റതായി സ്ഥിരീകരിച്ചത്. You have reached the complete wedding mall in Kerala. രാജകുമാരിയുടെ വിവാഹ വസ്ത്രം അതിഗംഭീരമാക്കാൻ പോകുന്നു. മൊഗ്രാൽ കൊറുവയൽ പ്രദേശത്തെയാകെ ഭീതിയിലാഴ്ത്തിയാണ് ചൊവ്വാഴ്ച രാത്രിയോടെ ഒരു പശു അക്രമാസക്തമായി ഓടി നടന്നത്. ഉടമസ്ഥരില്ലാതെ അലഞ്ഞുതിരിഞ്ഞു നടന്ന പശുവിനെ നിയന്ത്രിക്കാൻ നാട്ടുകാർ ഏറെ പ്രയത്നിക്കേണ്ടി വന്നു. രാത്രിയോടെ നാട്ടുകാർ പശുവിനെ കെട്ടിയിട്ട് നിയന്ത്രണത്തിലാക്കിയെങ്കിലും ബുധനാഴ്ച പുലർച്ചെയോടെ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിവരമറിഞ്ഞ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടറും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പശുവിന്റെ വായിൽ നിന്നും നുരയും പതയും വന്നിരുന്നതായും പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നതായും അധികൃതർ സ്ഥിരീകരിച്ചു. ഒരു മാസം മുൻപ് ഈ പ്രദേശത്തെ ചില കന്നുകാലികൾക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നതായി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ പ്രമീള മജൽ വ്യക്തമാക്കി. അന്ന് കടിയേറ്റ കൂട്ടത്തിൽപ്പെട്ട പശുവാകാം ഇതെന്നാണ് നിഗമനം. പശുവിനെ പിടിച്ചുകെട്ടാനും മറ്റും കൂടെയുണ്ടായിരുന്നവർ മുൻകരുതലിന്റെ ഭാഗമായി എത്രയും വേഗം പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, പോലീസ് ഉദ്യോഗസ്ഥർ, വാർഡ് മെമ്പർമാർ എന്നിവർ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശത്ത് തെരുവുനായശല്യം രൂക്ഷമാണെന്നും ഇതിനെതിരെ കർശന നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.